നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂൾ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരള കാർഷിക സർവകലാശാല 54ാമത് സ്ഥാപക ദിനാഘോഷം വെള്ളാനിക്കര സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 12ാമത് സീനിയർ ബാച്ച് SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി കെ രാജൻ സല്യൂട്ട് സ്വീകരിച്ചു. MSF നടത്തുന്ന ലഹരി സൈബർ ക്രൈം വിരുദ്ധ ക്യാമ്പയിൻ തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിലെ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. അടുത്ത അധ്യയന വർഷം പ്രവേശനോത്സവത്തോടെ സ്റ്റേഡിയം തുറന്നുകൊടുക്കാനാവുന്ന വിധം പ്രവർത്തനങ്ങൾ അതിവേഗം നിർവഹിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. പരിമിതമായ സ്ഥലമാണെങ്കിലും സെവൻസ് ഫുട്ബോൾ കളിക്കാവുന്ന ഗ്രൗണ്ട്, ബാഡ്മിന്റൺ കോർട്ട്, ലോങ് ജംപ് പിച്ച്, ഫ്ലഡ് ലൈറ്റ്, സ്റ്റെപ്പ് ഗാലറി, ബാത്റൂം എന്നിവ ഉണ്ടാകും. 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചിലവിട്ടാണ് മിനി സ്റ്റേഡിയം നിർമ്മാണം. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഓപ്പൺ ജിം കൂടി പരിഗണനയിലാണ്. ഒല്ലൂർ മണ്ഡലത്തിൽ 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മൈതാനങ്ങളുടെ നിർമ്മാണം ഇതേസമയം പുരോഗമിക്കുന്നു. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി പറഞ്ഞു. വികസന കാര്യത്തിൽ നിയോജക മണ്ഡലത്തിൽ മാതൃകാ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. പട്ടിക്കാട് സ്കൂളിൽ 4 കോടി ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനും നടത്തറ പഞ്ചായത്തിലെ ആശാരിക്കാട് സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനത്തിനുമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഈ മാസം 21-ന് ഒല്ലൂർ മണ്ഡലത്തിലെത്തും. സ്കൂൾ അങ്കണത്തിൽ നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് പരിപാടിയിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, പഞ്ചായത്ത് അംഗങ്ങളായ EN സീതാലക്ഷ്മി, ജിയ ഗിഫ്റ്റൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൽ റാം എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വികസന സെമിനാറിന് വരുമ്പോൾ ഒരു ചെറിയ പ്രതിസന്ധി മനസ്സിലുണ്ടായിരുന്നു. അത് ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാധാരണ നിലയിൽ വാട്ടർ അതോറിറ്റിക്ക് ഭൂമി അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് നടത്താനുള്ള സാധ്യത മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോഴാണ് 200 കണക്ഷനാണ് റോഡിനോട് ചേർന്നതെങ്കിലും 15 കിലോമീറ്റർ ദൂരം 2 സൈഡുകളായി ജലനിധിയുടെ പൈപ്പ് പോകേണ്ടതുണ്ട്. ആ ജലനിധിയുടെ പൈപ്പ് താഴത്ത് വെച്ച് നമ്മൾ FTR ടെക്നോളജിയിൽ റോഡ് പണിതാൽ പിന്നെ എപ്പോഴെങ്കിലും അത് പൊട്ടിയാൽ വലിയ പ്രയാസമായിരിക്കും. എന്ന് മാത്രമല്ല, ജലനിധി ഏതോ ഒരു കാലത്ത് പണിതതാണെന്നുള്ളത് കൊണ്ട് അതിൻ്റെ സംവിധാനങ്ങൾ ഇപ്പോൾ ഏതാണ്ട് തുറപ്പിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, ജലനിധിയുടെ ചുമതലക്കാരായ ആളുകൾ ഇനിയിപ്പോൾ ജനങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങിയത് മാറ്റാനുള്ളൊരു സാധ്യതയും ഉണ്ടാകില്ല. അതുകൊണ്ട് നിലവിലുള്ള വകുപ്പിലത് നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വാട്ടർ അതോറിറ്റിയുടെയും ജലനിധി ഒരുപാട് തയ്യാറാക്കി. ജലനിധിക്ക് ഏതാണ്ട് 1.5 കോടിയിലധികം വരുന്ന യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ആവശ്യമുണ്ട്. യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് നടത്താനുള്ള ജലനിധിയുടെ പൈപ്പ് കൂടി മാറ്റാനുള്ള പൂർണ്ണമായ ചെലവ്. കേരള കാർഷിക സർവകലാശാലയുടെ 54ാമത് സ്ഥാപിത ദിനാഘോഷം KAU സെൻട്രൽ ഓഡിറ്റോറിയം വെള്ളാനക്കരയിൽ വെച്ച് കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമി കർഷകന്റേതായി നിലനിൽക്കേണ്ടത് ഭക്ഷ്യസുരക്ഷയ്ക്ക് അനിവാര്യമെന്ന് മന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യത്തോടെ കൃഷിയോഗ്യമായ ഭൂമി കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് നിയമം നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഉയരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് ജനങ്ങൾക്കാവശ്യമായ ഭക്ഷണം ലഭ്യമാക്കേണ്ടത് പ്രധാന വെല്ലുവിളിയാണ്. ഹരിതഗൃഹവാതകങ്ങളുടെ ഭവിഷ്യത്തുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടാൻ ഗവേഷണത്തിന് സർവകലാശാല തയ്യാറാകണം. പ്രതിവർഷം 1500 കോടിയിലധികം വരുന്ന വിളവെടുപ്പാനന്തര നഷ്ടം പരിഹരിക്കുന്നതിന് നടപടികൾ ഉണ്ടാകണം. പ്രാഥമിക കൃഷിയോടൊപ്പം ദ്വിതീയ കൃഷിയും പ്രോത്സാഹിപ്പിക്കുക സർക്കാർ നയമാണ്. ഒരു കൃഷിഭവനിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നം പദ്ധതിക്ക് തുടക്കമിട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രമുഖ നെൽ കർഷകനും പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകനുമായ പത്മശ്രീ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകും.
സർവകലാശാലയിൽ 25 വർഷം പൂർത്തിയാക്കിയ ജീവനക്കാരെയും പുറത്തിറങ്ങിയ വിത്തിനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും ആദരിച്ചു. കാർഷിക സർവകലാശാലയിൽ ICAR ഫെലോഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. മികച്ച അധ്യാപകൻ ഡോക്ടർ KP സുധീർ, മികച്ച ഗവേഷക ഡോക്ടർ അമീന M, മികച്ച വിജ്ഞാന വ്യാപന പ്രവർത്തനം ഡോക്ടർ സുനിൽ, മികച്ച ഗവേഷണ സംഘം IFS കരമന, മികച്ച ഗവേഷണ കേന്ദ്രം പ്രാദേശിക ഗവേഷണ കേന്ദ്രം പട്ടാമ്പി, മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രം തൃശൂർ KVK, മികച്ച കോളേജ് വെള്ളായണി കാർഷിക കോളേജ് എന്നീ അവാർഡുകളും സമ്മാനിച്ചു. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഭരണസമിതി അംഗങ്ങളായ P നന്ദകുമാർ MLA, ഡോക്ടർ സുരേഷ് കുമാർ, ഡോക്ടർ A തുളസി, ഷിബു SL, ഡോക്ടർ EG രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കേരള കാർഷിക സർവകലാശാലയ്ക്ക് 54 വയസ്സിലേക്ക് എത്തുകയാണ്. 54 വർഷം കേരളത്തിൻ്റെ കാർഷിക സർവകലാശാല ഈ നാടിന് സംഭാവന ചെയ്ത നേട്ടങ്ങൾ വിവരണാതീതമാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു സർവകലാശാല, കൃഷിയുടെ പ്രാധാന്യം എന്ത് എന്നുള്ളതിൽ നിന്നാണ് കാർഷിക സർവകലാശാലയുടെ പ്രാധാന്യവും വന്നു കയറുന്നത്. കൃഷിയുടെ പ്രാധാന്യം നമ്മുടെ നാടിൻ്റെ ഒരു ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഇന്നുവരെയും കണക്കുകൂട്ടിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഇന്നും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പ് എന്നുള്ളതാണ്. ആധുനിക മനുഷ്യൻ രൂപം കൊണ്ടിട്ട് 3 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ആധുനിക മനുഷ്യനാണെങ്കിലും അതിനു മുൻപുള്ള മനുഷ്യൻ്റെ കണക്കെടുത്താലും മനുഷ്യനുണ്ടായ നാൾ മുതൽ ഇന്നേ വരെയും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വിശപ്പ് എന്നുള്ളതാണ്. അതിൻ്റെ പരിഹാരം ഭക്ഷണമല്ലാതെ വേറെ ഒന്നുമല്ല. ആ ഭക്ഷണം കൃഷി ചെയ്ത് മാത്രം ഉണ്ടാക്കുന്നവയാണ്. മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും നേരിട്ട് കണ്ടു പഠിച്ച ഒന്നാണ് കൃഷി എന്നുള്ളത്. അതിനെ ശാസ്ത്രീയമായി എല്ലാ മനുഷ്യർക്കും ഭക്ഷണം എത്തിക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു ആധുനിക മനുഷ്യർ ചെയ്തത്. ആ മനുഷ്യരുടെ കൂട്ടത്തിലാണ് നമ്മളും ഇപ്പോൾ നിൽക്കുന്നത്. 10-25 വർഷം കഴിയുമ്പോഴേക്കും അന്ന് ഇരിക്കുന്നവരും അവർ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ പഴഞ്ചരും അവർ ആധുനികരും ആയി മാറും. ഏത് കാലത്തും അപ്പോൾ ഭക്ഷണം അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ട് അതിനാവശ്യമായ ഇടപെടൽ നടത്താൻ പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാമത് ബാച്ച് സീനിയർ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു. സ്കൂൾ മൈതാനത്ത് റവന്യൂ മന്ത്രി K രാജൻ പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു. അച്ചടക്കമുള്ള പുതുതലമുറയെ വാർത്തെടുക്കാൻ SPC നടത്തുന്ന പ്രവർത്തനം വളരെ വലുതാണെന്നും മികച്ച വിദ്യാഭ്യാസത്തിനൊപ്പം പരസ്പര സ്നേഹവും ബഹുമാനവും സമൂഹത്തിലേക്ക് എത്തണമെന്നും വിദ്യാഭ്യാസ പുരോഗതി മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി മാറിയെന്നും മുൻപ് ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ മതസംഘടനകൾ നൽകിയ പങ്ക് വളരെ വലുതാണെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജീദ്, പ്രധാന അധ്യാപിക ഉഷകുമാരി, VHC വിഭാഗം പ്രിൻസിപ്പൽ ടിനോ മൈക്കിൾ, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ മരകതം, സ്കൂൾ PTA പ്രസിഡന്റ് സുധീർ കുണ്ടായി, ഡ്രിൽ പരിശീലകരായ ജയൻ, ബിജു, CPOമാരായ ദീപ, സുമിനി എന്നിവർ സംസാരിച്ചു. പോലീസ് കേഡറ്റിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിനെ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൃദയത്തിൽ തൊട്ട് അഭിവാദനം ചെയ്യുന്നതായി ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. നമ്മളൊരു വല്ലാത്ത കാലത്തിൻ്റെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം
ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയാണ്. ഒരുപക്ഷെ സമാനതകളില്ലാത്ത വിധം കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും പ്രഥമ പരിഗണനീയമായ കാര്യങ്ങളിലൊന്ന് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഭൂപരിഷ്കരണ രംഗത്തും കേരളം ഉണ്ടാക്കിയ മാറ്റങ്ങളാണ്. ഇന്നലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ന് അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റിൻ്റെ മുമ്പായി അവതരിപ്പിക്കപ്പെട്ട സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ബഹുമാന്യായ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ശ്രദ്ധിക്കയോടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികേന്ദ്രീകൃത ആസൂത്രണ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടി ചുമതലകൾ വിതരണം ചെയ്തുകൊണ്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കണോമി, സുസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ കേരളത്തിൽ ഏറ്റവും സാധാരണക്കാർക്ക് വികസനത്തിൻ്റെ മധുരം നുണയാൻ കഴിയുന്ന വിധത്തിൽ എത്തിക്കുന്നതിൽ ഇന്ത്യയുടെ മാതൃകയാണ് കേരളം എന്ന് ഇന്നലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ കൂടി പ്രഖ്യാപിച്ചതോടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസവും പഞ്ചായത്തുകളുടെ പ്രവർത്തനവും കൂട്ടിച്ചേർത്ത് ഗവൺമെൻറ് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊന്നായി പൊതുവിദ്യാഭ്യാസം മാറുകയാണ്. യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മേന്മകളുണ്ടെങ്കിലും ആ കുട്ടികൾ അപകടകരമായ വഴികളിലേക്ക് പോകരുത് എന്ന് നിർബന്ധപൂർവമുള്ള ശാഠ്യം നമുക്കുണ്ടാകുന്നത് നമ്മുടെ പുതിയ കാലത്ത് ഒരു വിധത്തിലുമുള്ള പ്രലോഭനങ്ങൾക്ക് നമ്മുടെ മക്കൾ നൽകിയ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മൊമെന്റോ ഏറ്റുവാങ്ങാൻ ശ്രീ ബിജു സാറിനെയും അരുണിമ എം അരവിന്ദ്. കാർഷിക സർവകലാശാലയുടെ സെൻട്രൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അക്കാദമിക് രംഗത്ത് ഉപയോഗിക്കുന്ന നിർമ്മിത ബുദ്ധി രചനാ സഹായികൾ എന്ന വിഷയത്തിൽ ശില്പശാല നടന്നു. ഇ ലേണിംഗ് ഡയറക്ടർ ഡോക്ടർ ബി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ലൈബ്രറിയൻ എസ് ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഇ കെ മോഹൻലാൽ വെറ്ററിനറി യൂണിവേഴ്സിറ്റി ലൈബ്രറിയൻ ആശംസകൾ അറിയിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ടിൻഡു ജെയിംസ്, ബിനോ ജോസഫ്, നിഷ രാജ്, പ്രിയ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും ഗവേഷകരും അധ്യാപകരും ഉൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്ത ശില്പശാലയിൽ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ലൈബ്രറിയൻ ഡോക്ടർ ജാസിമുദ്ദീൻ ക്ലാസുകൾ നയിച്ചു. അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ SSF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ലഹരി സൈബർ ക്രൈം വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി SSF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സമൂഹത്തിലെ എല്ലാ തുറകളെയും ബാധിക്കുന്ന ലഹരി ഉപയോഗത്തിന് അറുതി വരുത്തേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. എല്ലാ മനുഷ്യരും വിവിധ ശ്രേണികളുടെ അധികാരികളാണെന്നും ലഹരിക്കെതിരെ ഏകോപന ശബ്ദം മനുഷ്യരിൽ നിന്ന് കൂടുതൽ ഉച്ചത്തിൽ ഉയരണമെന്ന് SSF ആഹ്വാനം ചെയ്തു. 400 യൂണിറ്റുകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മുഴുവൻ പഞ്ചായത്തുകളിലേക്കും ധർണയും ലഹരി വിരുദ്ധ പ്രക്ഷോഭ തെരുവുകളും സംഘടിപ്പിക്കും. പോലീസ് ആസ്ഥാനത്തേക്ക് നടന്ന മാർച്ചിൽ ജില്ലയിലെ പ്രാസ്ഥാനിക സാമൂഹിക പ്രവർത്തകർ അണിനിരന്നു. SSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സ്വാദിഖ് നിസാമി മുഖ്യപ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി, സുന്നി യുവജന സംഘം ജില്ലാ സെക്രട്ടറി PSM റഫീഖ്, SSF പ്രവർത്തക സമിതി അംഗങ്ങളായ അബ്ബാസ് സഖാഫി, അബ്ദുൾ ബാരി ബുഖാരി എന്നിവർ അഭിവാദ്യം അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഖാദ്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അനസ് KM സ്വാഗതവും സെക്രട്ടറി മുഹസിൻ റബാനി നന്ദിയും അറിയിച്ചു. ഹൃദയഭിത്തി തകർന്ന രോഗിക്ക് പുതുജന്മം, അഭിമാന വിജയവുമായി തൃശൂർ മെഡിക്കൽ കോളേജ്. 67കാരനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ്. ഹൃദയാഘാതം വന്ന് ഹൃദയഭിത്തി തകർന്ന് രക്തസമ്മർദ്ദം കുറഞ്ഞ് കാർഡിയോജനിക് ഷോക്ക് എന്ന അവസ്ഥയിലായിരുന്നു രോഗി. ലോകത്തിലെ അത്യാധുനിക ചികിത്സാ കേന്ദ്രങ്ങളിൽ പോലും ഈ അവസ്ഥയിലെത്തുന്ന രോഗികൾ 90 മുതൽ 95% വരെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ശസ്ത്രക്രിയ നടത്തി തകർന്ന ഹൃദയഭിത്തി അടയ്ക്കാൻ ശ്രമിച്ചാൽ ഹൃദയാഘാതം മൂലം നശിച്ച പേശികൾ തകർന്ന് അവസ്ഥ കൂടുതൽ സങ്കീർണമാകും. കാത്ത് ലാബ് വഴി നൂതന ചികിത്സ നൽകിയാണ് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. 3 ആഴ്ചത്തെ ആശുപത്രി വാസത്തിനു ശേഷം പരിപൂർണ സൗഖ്യമായി വീട്ടിലേക്ക് മടങ്ങി.
സങ്കീർണ ശസ്ത്രക്രിയയിലൂടെ രക്ഷിച്ചെടുത്ത മെഡിക്കൽ കോളേജിലെ എല്ലാ ടീം അംഗങ്ങളെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് എന്നിവരുടെ ഏകോപനത്തിൽ കാർഡിയോളജി വിഭാഗ മേധാവി ഡോക്ടർ കരുണദാസ്, കാർഡിയോളജി ഡോക്ടർമാരായ ഡോക്ടർ മുകുന്ദൻ, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ ആന്റണി, ഡോക്ടർ സഞ്ജീവ് തുടങ്ങിയവരാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. മുല്ലക്കര ആണ്ട് നേർച്ച 7-ന് ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8-ന് സിയാറത്ത് സംഗമത്തിന് ശേഷം ഖുർആൻ പാരായണം. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ബദ്രിത്ത് മജ്ലിസ്, ഗുദ്ബിയത്ത് വാർഷികം, നാരിയത്ത് സ്വലാത്ത് വാർഷികം എന്നിവ നടക്കും. 13-ന് ഗത്തമുൽ ഖുർആൻ ദുആ സംഗമത്തിന് ശേഷം റവന്യൂ മന്ത്രി കെ രാജൻ അന്നദാനം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് പ്രസംഗിക്കും. രാവിലെ 9:30 മുതൽ 1 മണി വരെ ടോക്കൺ പ്രകാരം ജാതിമത ഭേദമന്യേ നേർച്ച ഭക്ഷണ വിതരണം. മുല്ലക്കര മുസ്ലിം ജാറത്തിലെ കാര്യപരിപാടികൾ മുല്ലക്കര മുസ്ലിം മഹൽ ജമാഅത്ത് പ്രസിഡന്റ് VM സിദ്ദീഖ്, സെക്രട്ടറി KM മൊയ്തീൻ, ജോയിന്റ് സെക്രട്ടറി KA സൈഫുദ്ദീൻ, ഖത്തീബ് അബ്ദുൽ കബീർ നിസാമി, ജാറം ചീഫ് ഖാദിം സയ്യിദ് ഹസൻ ഹാരിസ് എന്നിവർ വിശദീകരിച്ചു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം.
ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം തൃശൂർ നിയോജക മണ്ഡലം MLA P. ബാലചന്ദ്രൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, പ്രധാന അധ്യാപിക PV വനജ, PTA പ്രസിഡന്റ് ഫെൻസി K. ജോർജ്, വിവിധ കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പുല്ലൂക്കര മുക്കാട്ടുകര ഭാഗത്തെ ഏക ഗവൺമെന്റ് സ്കൂളാണ്. പ്രഗത്ഭരായ പല പ്രമുഖരെയും വാർത്തെടുത്ത പുല്ലൂക്കരത്തെ ഏക ഗവൺമെന്റ് സ്കൂള് മികവിന്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. സംഘാടക സമിതി രൂപീകരണം അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. കേന്ദ്ര നഗരപാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിലൊന്നായ സ്വച്ഛ് സർവേക്ഷനെ വരവേൽക്കാൻ നഗരസഭയിൽ സ്വച്ഛ് ഗാർഡൻ ഒരുങ്ങി. 27ാം വാർഡായ കുറാഞ്ചേരിയിലാണ് സ്വച്ഛ് പൂന്തോട്ടവും വാട്ടർ ഫൗണ്ടനും ഒരുക്കിയിട്ടുള്ളത്. കുറാഞ്ചേരി റോഡിനോട് ചേർന്ന് 2500 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് കൗതുകകരമായ ഇരിപ്പിടങ്ങളും അലങ്കാര ലൈറ്റുകളുമുണ്ട്. സായാഹ്ന സമയങ്ങളിൽ സമയം ചിലവഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് സൗകര്യം. ഐ ലവ് വടക്കാഞ്ചേരി എന്ന സെൽഫി പോയിന്റ് ഏറെ കൗതുകമുള്ളതാണ്. സ്വച്ഛ് ഗാർഡന്റെ ഉദ്ഘാടനവും വാട്ടർ ഫൗണ്ടൻ സ്വിച്ച് ഓൺ കർമ്മവും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ജമീല B, CV മുഹമ്മദ് ബഷീർ, വാർഡ് കൌൺസിലർ SB ഐശ്വര്യ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ എന്നിവർ സംസാരിച്ചു. കൌൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കഴിഞ്ഞ വർഷം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സ്വസർവേഷണ ഭാഗമായി കേരളത്തിലെ 1ാം സ്ഥാനത്തെത്താൻ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ. തെക്കേ ഇന്ത്യയുടെ ഭാഗമായുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 73ാം സ്ഥാനത്ത് നമുക്കെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ദേശീയാടിസ്ഥാനത്തിലുള്ള മത്സരത്തിലാണ് ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭ പങ്കെടുക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മുടെ സ്റ്റേറ്റ് പാത അത്താണി മുതൽ അകമല വരെയുള്ള പ്രദേശത്ത് ഇരുവശങ്ങളും നല്ല ശുചിത്വത്തോടുകൂടി നല്ല ഭംഗിയോടുകൂടി സൂക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള സഹകരണത്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ നിലവിലുള്ള പരാതികൾ തീർപ്പാക്കാൻ തൃശൂർ ജില്ലയിൽ പരാതി പരിഹാര അദാലത്ത് ഫെബ്രുവരി 21, 22 തീയതികളിൽ നടത്തുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിൽ കാണാനും പുതിയ പരാതികൾ സ്വീകരിക്കുന്നതിനും സാധിക്കും. പട്ടികജാതി പട്ടികവർഗ വികസനം തുടങ്ങിയ വകുപ്പുകളിലെ വിവിധ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് ബ്രൌൺ ഷുഗർ വിൽപ്പനയ്ക്കായി എത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി പിടിയിലായി. ആളൂർ പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് 3.43 ഗ്രാം ബ്രൌൺ ഷുഗറുമായി സൂദ്രൂൾ എന്നയാളാണ് പിടിയിലായത്. വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് മയക്കുമരുന്ന് എത്തിച്ചത്. ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും ലഹരി സംഘത്തെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കി. കൽപ്പണി തൊഴിലാളിയായ ഇയാൾ ലഹരി വിൽപ്പനയിലൂടെ അമിതമായി സമ്പാദിക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് ലഹരി വിൽപ്പന ആരംഭിച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DVSP KG സുരേഷ്, ജില്ലാ ക്രൈംബ്രാഞ്ച് DVSP ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ആളൂർ SHO ബിനീഷ് KM, SIമാരായ സുബിന്ദ്, PS സിദ്ദീഖ്, ജയകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുള്ളൻ ബസാർ എരുമത്തുരുത്തി അമ്പലത്തിനടുത്ത് കരിനാട്ട് വീട്ടിൽ വിഷ്ണു എന്നയാൾ മയക്കുമരുന്നുമായി പിടിയിലായി. SI രമ്യ കാർത്തികേയന്റെ നേതൃത്വത്തിൽ പ്രൊബേഷൻ SI സഹദ്, ASI പ്രജീഷ്, ലിജു, SCPO ബിജു, ജമാൽ, നിഷാന്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് പിടികൂടിയത്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ
നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം എന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. റിവൈവൽ തൃശൂർ. പരിശുദ്ധാത്മ കവിഞ്ഞൊടുക്കുന്ന 7 ദിനങ്ങൾ. ഇക്കണ്ടവാരി റോഡ്, മനോരമ ഓഫീസിന് സമീപം, തൃശൂർ. 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ അനു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൃപാവരപ്രാപ്തരായ 40ഓളം അനുഗ്രഹീത അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു, ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വാർത്തകൾ തുടരുന്നു. കേരള സർക്കാർ സ്ഥാപനമായ ഹോർട്ടികോർപ്പ് തൃശൂർ ജില്ലയിൽ ഹോർട്ടി സ്റ്റോർ തുടങ്ങുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. താൽപര്യമുള്ളവർ 9447049791 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തെക്കുംകര ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ വ്യവസായ വാണിജ്യ വകുപ്പും ചേർന്നൊരുക്കുന്ന മച്ചാട് കാർണിവൽ സീസൺ 3യുടെ സ്റ്റാളുകളിനുള്ള കാൽനാട്ടൽ നടത്തി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. FL ഡയറക്ടർ മേരി തോമസ് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ, അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ, K രാമചന്ദ്രൻ, VS ഷാജു, C സുരേഷ്, വ്യവസായ വാണിജ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ KS കൃപകുമാർ, വിവിധ പൂര കമ്മിറ്റിക്കാർ, ദേശ കമ്മിറ്റിക്കാർ, പറയെടുപ്പ് പാരമ്പര്യ അവകാശികൾ എന്നിവർ പങ്കുചേർന്നു. മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, പൂര കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ സാംസ്കാരിക പ്രവർത്തകർ. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് മച്ചാട് കാർണിവലിൻ്റെ 3ാമത്തെ എഡിഷൻ നമ്മൾ ഇന്ന് സമാരംഭം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാൽനാട്ട കർമ്മം നിർവഹിക്കുകയാണ്. ഞാൻ വ്യവസായ വകുപ്പിനെ പ്രതിനിധീകരിച്ച് പറയുമ്പോൾ ഞങ്ങൾ 3 കൊല്ലം വ്യവസായ വകുപ്പ് ഇതിന് എല്ലാവിധ പിന്തുണ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ കൊല്ലം നമ്മൾ 2 ലക്ഷം കൊടുത്തിട്ടാണ് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 4 ലക്ഷം രൂപയുടെ ഫണ്ട് കൊടുത്തു. ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ മുമ്പ് ഫണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കുറേ ഫോളോപ്പ് ചെയ്ത് ഇപ്പോൾ ഒരു 3 ലക്ഷത്തിനുള്ള ഫണ്ട് അനുവദിക്കാനുള്ളൊരു ഉത്തരവായിട്ടുണ്ട്. കൂടുതൽ കിട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് 3 ലക്ഷം രൂപയുടെ ഫണ്ട് ഉറപ്പായിട്ടും നൽകും. അത് മാത്രമല്ല, അതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല സ്റ്റാളുകൾ, ബാക്കിയുള്ള എന്തൊക്കെ സഹകരണം വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വേണോ, അത് പരസ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് സ്പോൺസറിൻ്റെ കേസിലാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിപൂർണമായിട്ടുള്ള പിന്തുണ. കാരണം ഇത് വ്യവസായ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന മലയാളം മീഡിയം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും ചേലക്കര ഇംഗ്ലീഷ് മീഡിയം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും 2025-26 അധ്യയന വർഷം 5ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഗവൺമെന്റ് MRS ചേലക്കര 048842999185 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീട്ടുപറമ്പിലെ കുരുമുളക് പറിക്കുന്നതിനിടെ മലയെണ്ണാന്റെ ആക്രമണത്തിൽ കർഷകന് പരിക്ക്. മാന്നാമംഗലത്ത് വീട്ടുപറമ്പിൽ കുരുമുളക് പറിക്കുന്നതിനിടെ മലയെണ്ണാന്റെ ആക്രമണത്തിലാണ് കർഷകന് പരിക്കേറ്റത്.
മാന്നാമംഗലം സ്വദേശി വൈനിലത്തിൽ മത്തായിക്കാണ് കടിയേറ്റത്. കുരുമുളക് പറിക്കുന്നതിനിടെ മരത്തിൽ നിന്ന് ചാടിയ മലയണ്ണാൻ മത്തായിയുടെ കയ്യിൽ കടിച്ചു. കഴിഞ്ഞ ദിവസവും ഇയാളെ റബ്ബർ വെട്ടുന്നതിനിടെ മലയണ്ണാൻ ആക്രമിച്ചിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മലയണ്ണാനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. സമീപത്തായി കൂട് സ്ഥാപിച്ചു. കൈക്ക് മുറിവേറ്റ മത്തായിയെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂൾ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരള കാർഷിക സർവകലാശാല 54ാമത് സ്ഥാപക ദിനാഘോഷം വെള്ളാനിക്കര സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 12ാമത് സീനിയർ ബാച്ച് SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി കെ രാജൻ സല്യൂട്ട് സ്വീകരിച്ചു. MSF നടത്തുന്ന ലഹരി സൈബർ ക്രൈം വിരുദ്ധ ക്യാമ്പയിൻ തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.